അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു കിടിലൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോമാണ് കേട്ടോ നമ്മളിന്ന് കാണുന്നത്. ഈ വീട് വന്നിട്ട് ഏകദേശം 7 സെന്റ് സ്ഥലത്ത് 800 സ്ക്വയർ ഫീറ്റിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ഒത്തിരി ഭംഗിയായിട്ട് നിർമ്മിച്ചൊരു വീടാണ്. ഈ വീട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് ആലിങ്ങലുള്ള ലത്തീഫ് ആസിയ ദമ്പതികളുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസ് വ്ളോഗ്സ്. പുറമേ നിന്ന് വീടിനെ നോക്കി കാണുമ്പോൾ ഒത്തിരി ഭംഗിയായിട്ട് തോന്നണം, എന്നാൽ ഇന്റീരിയർ ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വീട്. 7 സെന്റ് സ്ഥലത്ത് ഏകദേശം 800 സ്ക്വയർ ഫീറ്റിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ഒത്തിരി മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുഞ്ഞു വീടുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, ഒന്ന് കയറി കണ്ടോക്കണേ. ഇനി നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഈ കാണുന്ന ഷോവാളിലായിട്ട് ക്ലാഡ് ടൈൽ കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഭാഗത്ത് ഒരു ബോക്സ് ടൈപ്പിൽ ഡിസൈൻ വന്നിട്ട് 2 വശത്തായിട്ട് എക്സ് ലൈറ്റും ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയിൽ ഒരു ഗാർഡൻ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആയിട്ടാണെങ്കിലും എന്തോ ഒരു ഭംഗിയില്ലേ ഈ ഒരു ഷോവാളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിൽ മുകൾ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇവിടെ ദേ ഒരു പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എലിവേഷനിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോർഡേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ എക്സ്റ്റീരിയറിനെ ഒത്തിരി മനോഹരമാക്കുന്ന തരത്തിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റുമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇവിടുത്തെ വോളിലൊക്കെ ആയിട്ട് എക്സ് ലൈറ്റും മറ്റ് LED ലൈറ്റ്സും ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വീടിന്റെ ഫ്രണ്ടിലായിട്ടേ അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട്. മുറ്റം മൊത്തം ഇതുപോലെ ഇന്റർലോക്ക് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു വീടും ആ ഭാഗത്ത് മുറ്റൊക്കെ കൂടി മൊത്തത്തിൽ നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഇനിയിപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ വരുന്ന 2 സ്റ്റെപ്പിലായിട്ടും ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇനി സിറ്റ് ഔട്ടിനോട് ചേർന്നത് ഈ ഭാഗത്തെ പില്ലറിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഷോവാളിൽ കണ്ടില്ലേ ആ ഒരു സെയിം ക്ലാഡ് ടൈൽ കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ബോർഡറിലായിട്ട് ഗ്രാനൈറ്റും ബാക്കി ഭാഗത്ത് മാർബണൈറ്റും ആണ് കേട്ടോ വരുന്നത്. സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ട് ഇതുപോലെ ഒരു 3 സീറ്റർ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ 3 സീറ്റർ ആണ് കേട്ടോ, ഒരു ബ്ലാക്ക് കളർ തീമിലാണ് വന്നിട്ടുള്ളത്. ഇനി ആ ഭാഗത്ത് ഷോവാളാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ടിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു വോളിലായിട്ട് 2 സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ആ വോള് മൊത്തത്തിൽ വൈറ്റ് കളറിൽ ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ പെയിന്റിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഡബിൾ ഡോർ ആണ് വരുന്നത്. ഡോറിലായിട്ട് സ്റ്റീലിന്റെ ഇതുപോലത്തെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. കൂടാതെ 2 സ്റ്റീലിന്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഡോറിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു അറബിക് ഫ്രെയിം കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ടൊന്നും കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഇന്റീരിയർ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ലിവിംഗ് ഡൈനിങ് എന്നുള്ള പ്രത്യേകിച്ച് പാർട്ടീഷൻ ഒന്നും വരുന്നില്ല. ഈ ഒരു കുഞ്ഞു ഹോളിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു സിംഗിൾ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സീറ്റർ ആണ് കേട്ടോ. ആ ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഓപ്പൺ ഷോക്കേസ് വരുന്നുണ്ട്. അതിലായിട്ട് കുറച്ച് ഇന്റീരിയർ ഡെക്കേഴ്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്തായിട്ടാണ് വാഷേരി ഒരുക്കിയിട്ടുള്ളത്. അത് വന്നിട്ടും സിമ്പിൾ ആയിട്ടൊരു സ്ക്വയർ മിറർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ വൈറ്റ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ട് സ്റ്റോറേജും വരുന്നുണ്ട്. ഹോളിലേക്ക് വെന്റിലേഷൻ കിട്ടുന്ന തരത്തിൽ ഇവിടെ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിലും സിമ്പിൾ ആയിട്ട് ഒതുക്കത്തിൽ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നോർമൽ ചെയേഴ്സ് ആണേ. നമ്മൾ ആ ഷോക്കേസിന്റെ ഏരിയ കണ്ടില്ലേ, ആ ഒരു വോളിലായിട്ട് തന്നെ ഒരു ക്ലോക്ക് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഹോളിലെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും വരുന്നില്ല. ഇവിടെ ഇതുപോലെ 2 ബോർഡർ കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് സ്റ്റെയർ വരുന്നുണ്ട്. ഹോളിലെ കോമൺ ബാത്റൂമും കാണാം. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെയറിന്റെ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്.
സ്റ്റെയർ ഏരിയയിലായിട്ട് ഉള്ളിലേക്ക് പ്രകാശം കിട്ടുന്ന തരത്തിൽ ഒരു വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഇതേ ഇവിടെ റെയിലിംഗ് നോക്കുകയാണെങ്കിൽ GI പൈപ്പിലാണ് കേട്ടോ ഹാൻഡ് റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ടോപ്പിലായിട്ട് വുഡൻ തീമിൽ പെയിന്റിംഗ് ആണ് വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗം വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്കിനി ഇതേ ഇവിടുത്തെ ബാത്റൂം നോക്കല്ലേ. അത്യാവശ്യം സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂം ആണിത്. ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ മൊത്തത്തിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇനി ഇവിടെ ടോട്ടല് 2 ബെഡ്റൂം ആണ്. ആദ്യത്തെ ബെഡ്റൂം ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്കിനി ഇതേ അത് നോക്കാം. ഇതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ ദേ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ്. ഹെഡ് ബോർഡിന്റെ ഭാഗത്ത് ഇതാ ഇതുപോലെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ വോളിലായിട്ട് ഈ ഒരു ഭാഗത്ത് 3 ഡോർ വിൻഡോയും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഡബിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. കർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതിനോട് ചേർന്നത് ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വന്നിട്ടുള്ളത്. റെഡിമെയ്ഡ് വാർഡ്രോബ് ആണ് കേട്ടോ. ഇതുപോലൊരു വുഡൻ തീമിലാണ് വന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാർഡ്രോബ് തന്നെയാണ്. ഇനിയിപ്പോ നമ്മൾ തിരിച്ച് ഹാളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ദേ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ട പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കോർണറായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ടും വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ഹെഡ് ബോർഡിന്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ടും റെഡിമെയ്ഡ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ വരുന്നത് തന്നെയാണ്. ഇനിയിപ്പോ ഈ ഭാഗത്തെ വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോയും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. കർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇവിടെ. ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ഒരു ബാത്റൂം വരുന്നുണ്ട്. അതിനോട് ചേർന്നത് ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ 2 ഭാഗത്ത് ഷെൽഫൊക്കെ വരുന്ന ഒരു ടേബിളും കൂടെ ഒരു ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട സെയിം രീതിക്ക് തന്നെയാണ് കേട്ടോ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇത് വന്നിട്ടും. ഇനിയിപ്പോ നമ്മൾ ഈ കണ്ട റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ വന്നിട്ട് നോക്കുകയാണെങ്കിലും വളരെ ഒതുക്കത്തിൽ നല്ല നീറ്റ് ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു കിച്ചൺ ആണ് കേട്ടോ. ഇവിടെ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിന്റെ സെറ്റിംഗ്സ് വന്നിട്ടുള്ളത്. അവിടുന്ന് ഇങ്ങോട്ട് ഒരു കുഞ്ഞു റാക്ക് വരുന്നുണ്ട്. ഈ റാക്കിലായിട്ട് തന്നെയാണ് സിങ്കും ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്തെ വോളിലായിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ ഷോക്കേസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ സിങ്കിനോട് ചേർന്ന് ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോ വന്നിട്ടുണ്ട്. അതിലായിട്ടാണ് കേട്ടോ പാത്ര സ്റ്റാൻഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു കുഞ്ഞു കിച്ചൺ ആണെങ്കിലും നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഓരോ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ റാക്കിന്റെ താഴ്ഭാഗത്തായിട്ട് നോക്കിയാൽ ഇതുപോലെ സ്റ്റോറേജ് ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട്. അതും ആ ഒരു കളർ തീമൊക്കെ വന്നിട്ട് നല്ല ഭംഗിയിലേ കാണാൻ. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സൗകര്യത്തിൽ തന്നെയാണ് ഇവിടെ അടുപ്പ് വരുന്നത്. അടുപ്പിന്റെ താഴ്ഭാഗത്തായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോളിലായിട്ടും ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ടൈലൊക്കെ വിരിച്ചിട്ടുള്ളത്. ഈ വീടിന്റെ പ്ലാന് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. കൂടാതെ ഈ വീടും പ്ലോട്ടും കൂടി ഒന്നിച്ചിട്ട് ഇവർ വാങ്ങിയതാണ്. അപ്പൊ അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള റേറ്റ് ഞങ്ങൾ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.